മാങ്ങ കേടാവാതിരിക്കാനുള്ള ഒരു ചെറിയ ടിപ്പായിട്ടാണ് ഇന്ന് ഞാൻ വന്നത് കേട്ടോ. അപ്പോൾ മഴക്കാലമൊക്കെ ആയി, പിന്നെ മാങ്ങ കിട്ടുന്നതൊക്കെ പുഴുവായിട്ടും കേടായിട്ടും ഒക്കെ പോകുമല്ലോ. അപ്പോൾ ഇനി ചെറിയൊരു സൂത്രമായിട്ടാണ് വന്നത്. അപ്പോൾ കാണാട്ടാ. നോക്കാം. വളരെ സിമ്പിളാണ്, അതുപോലെ തന്നെ എന്താ പറയുക, നല്ല ഉപകാരമാണ് കേട്ടോ ഈ ഒരു സംഭവം. നന്നായിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ഓരോ മാങ്ങ അതിലിട്ടിട്ട് തിളപ്പിക്കുക. അല്ല നമ്മൾ കുറേ കൂടുതലും വെള്ളം ഒഴിച്ചിട്ടാണെങ്കിൽ ഒന്നിച്ച് ഇട്ടിട്ട് പെട്ടെന്ന് കോരിയെടുക്കുക. വേവൊന്നും വേണ്ട കേട്ടോ. ഇതാ ഇതുപോലെ വെള്ളം വെട്ടി തിളക്കുമ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ചെറിയ കറുത്ത പുള്ളികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും മഴക്കാലത്ത് പ്രത്യേകിച്ചും പുഴു കാണാറുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ഒട്ടും പുഴുവില്ല കേട്ടോ. നല്ല സൂപ്പറാണ്. ഫ്രിഡ്ജിലും വെക്കാം, അതുപോലെ തന്നെ നമുക്ക് പുറത്തും വെക്കാം. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇതുപോലെ ചുടുവെള്ളത്തിലിട്ടിട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് കോരിയെടുക്കാം. അപ്പോൾ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക. എന്തായാലും നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു പാടൊക്കെ ഉള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും പുഴു വരാൻ സാധ്യതയുണ്ട്. പിന്നെ ചിലത് മരത്തുമ്പോൾ തന്നെ നേരെ പറിച്ച് വെച്ചാലും നമുക്ക് ചെത്തുന്ന സമയത്ത് പുഴുവിനെ കാണാറുണ്ട്. അപ്പോൾ മഴ ആകുമ്പോൾ പ്രത്യേകിച്ച് പുഴുണ്ടാവാറുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നല്ല മാങ്ങകളൊക്കെ ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട. അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ആ റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് എന്താ പറയുക, 2 വിധത്തിലുള്ള മാങ്ങയും ചെത്തിയതാണിത്. ഇത് സാധാരണ വെള്ളത്തിലൊന്നും ഇടാത്ത പുഴു വരാത്തൊരു മാങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ തൊലിയും നമ്മളിപ്പോൾ ഈ പിന്നെ ചുടുവെള്ളത്തിലിട്ട ആ ഒരു മാങ്ങൻ്റെ തൊലിയും കൂടിയുള്ള വ്യത്യാസം നമുക്കൊന്ന് കാണാം. അപ്പോൾ ഇതിനിങ്ങനെ ഒരു കറുപ്പ് നിറമാണ് വരുന്നത്. ഇങ്ങനെ ഒന്ന് തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ട് തന്നെ മതി, വേവ് ഒന്നും വേണ്ട. അപ്പോൾ ഇതുപോലെയുള്ള മാങ്ങ അറിയാലോ, നമുക്ക് ചെത്തുമ്പോൾ എന്തായാലും നിറയെ പുഴു വരും. പിന്നെ അളിഞ്ഞ് എന്തൊക്കെയോ എന്താ പറയുക, കെട്ട പോലെ ആയി വരും. ഇത് നമുക്ക് ഇതിൻ്റെ തൊലി കാണാം, വേണ്ടിയില്ലേ. ഇത്രയും കനത്തിലാണ് ഇതിൻ്റെ തൊലി വന്നിട്ടുള്ളത്. ആ ഒരു കവചമായിരിക്കും പുഴു ഇല്ലാതിരിക്കാനുള്ള കാരണം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തായാലും സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇതിനെ സാധാരണ മാങ്ങേൻ്റെ തൊലിയും കൂടി നമുക്കൊന്ന് നോക്കാം. ഇത് സാധാരണ മാങ്ങയാണ്, അതിൻ്റെ തൊലി ഇതാ കനം കുറഞ്ഞിട്ടും കാണാം നമുക്ക്. അപ്പോൾ ഇതിൽ പുഴുവില്ലാത്തതുകൊണ്ടാണ് അതുപോലെ ചെയ്തെടുക്കാഞ്ഞത്. അപ്പോൾ ഈ കറുത്ത പാടുണ്ടല്ലോ അതിൽ ഈ ചെത്തിയ മാങ്ങയിൽ നമുക്ക് കാണാം. അപ്പോൾ ഇതിന് ഈ ഒരു വെള്ള കളർ ഇതിൻ്റെ മേലുണ്ടാവും, അതുകൊണ്ടൊന്നും ടെൻഷനില്ല. പിന്നെ ഇതുപോലെ ചെത്തിയിട്ടുണ്ടെങ്കിൽ ഉൾവശം നല്ല സൂപ്പറായിരിക്കും. ഇങ്ങനെയാണിത് ഈ മാങ്ങ നമുക്ക് കിട്ടുക. കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഒരു കളറായിട്ട് വരും. അപ്പോൾ ചെത്തി നോക്കുമ്പോഴാണ് അതിൻ്റെ ഒരു എന്താ പറയുക, നല്ല ഫ്രഷായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഇതിൽ പുഴുവൊക്കെ കാണുന്ന മാങ്ങയല്ലേ. അപ്പോൾ ചെത്തുമ്പോൾ നമുക്ക് നല്ല കട്ടിയായിട്ട് തോന്നും കേട്ടോ. ഇതാണ് ഇപ്പോൾ ഇതിൻ്റെ ഒരു വ്യത്യാസം ഞാൻ കണ്ടത്. തൊലിപ്പുറ നല്ല കട്ടി. അപ്പോൾ ഇതിൻ്റെ പുഴുവൊന്നും ഞാൻ കാണിക്കടുത്ത് അതിൻ്റെ ഒരു എന്താ പറയുക, അത് ഷെയർ ചെയ്തിട്ടുണ്ടാവും വിചാരിച്ചിട്ടാട്ടോ. നല്ല പുഴുള്ള മാങ്ങയാണ്. കണ്ടില്ലേ, ഉൾവശമൊക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കഴിച്ചു നോക്കാം. നല്ല വെണ്ണ പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല. ടേസ്റ്റ് തന്നെയാണ്. സാധാ നമ്മൾ പഴുത്ത മാങ്ങ ചെത്തി കഴിക്കണം അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് വ്യത്യാസം. നമ്മൾ സാധാ മാങ്ങയും ഇതും കൂടി വെച്ച് നോക്കുമ്പോൾ ഈ ഒരു കളറിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോ വരുന്നവരെ ബായ്.